അവിഹിതം കാരണം ഇന്നലെ നഷ്ടപ്പെട്ടത് ഒരു യുവാവിൻ്റെ ജീവിതം തന്നെയാണ്. വേറെ ഒന്നുമല്ല, ഈ സ്കൂൾ സഹപാഠി ഗ്രൂപ്പിൽ വരുന്ന ഈ ചാറ്റുകളും ചീറ്റുകളും തന്നെയാണ് ഇതിന് കാരണമെന്ന് നമുക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിന്. അതായത് ഒരു ചാനലിൽ വന്നിരുന്നു, ഇവർ തമ്മിലെന്ന് പറഞ്ഞ സഹപാഠികളാണ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളുകളായിട്ട് പരിചയമുണ്ട്, പണ്ട് മുതലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നല്ല ക്ലോസ് ആണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിന്. അപ്പം ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, അതായത് ഇന്നലെ കണ്ണൂരിൽ നടന്ന ഈ വെടിവെപ്പിനെ പറ്റി തന്നെയാണ്. അതായത് വെച്ചിട്ടാണ് ഒരുത്തം കൊലപ്പെടുത്തിയിരിക്കുന്നത് ഒരു പാവപ്പെട്ട ഒരു ഓട്ടോക്കാരനെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതിൻ്റെ കൂടെ രാഷ്ട്രീയം പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരിലുണ്ട്. അതിനോട് നമുക്ക് തീരെ താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും ഏത് മതവിഭാഗമായാലും എല്ലാവരുടെയും ബ്ലഡ് എന്ന് പറഞ്ഞാൽ ചുവന്നത് തന്നെയാണ്. അല്ലാതെ വേറെ ഒരു ഇതിലും അതിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ഈ ഓട്ടോക്കാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പുതിയ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വെച്ചിട്ടാണ് വെടിയേറ്റത് എന്നാണ് പറയുന്നത്. ഇന്നലെ വൈകുന്നേരം ഏകദേശം 6 മണിയോട് കൂടിയിട്ടാണ് സംഭവം നടന്നത്. അപ്പോൾ സംഭവത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോക്കാരൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ഈ നിർമ്മാണ തൊഴിലാളിയായിട്ട് വന്ന ആ നാട്ടിലുള്ള പെരുമ്പടവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സന്തോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ഇവർ സഹപാഠികളാണ്. അപ്പോൾ ഈ സഹപാഠികളാകുമ്പോൾ നമുക്കറിയാലോ, ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഗ്രേപ്പ് എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ പിന്നെന്താ പറയേണ്ടത്, കുറേ എണ്ണം ടൂർ പോക്ക്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈകുന്നേരം വരെ ചാറ്റ് ചെയ്യൽ, അർദ്ധരാത്രി വരെയെല്ലാം ചാറ്റിങ് നീളും എന്നാണ് പറയുന്നത്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രവാസി പൂവാലന്മാരും ഉണ്ടാവും, അതിനകത്ത് കുറേ എണ്ണം വേറെയുണ്ടാകും. അപ്പോൾ ഇങ്ങനെ അർദ്ധരാത്രി വരെ ഇതിങ്ങനെ ചാറ്റ് ചെയ്ത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഭർത്താവ് ചോദിക്കും ഇനിയെങ്കിലും ഒന്ന് ഉറങ്ങിക്കൂടെയെന്ന്. അപ്പോഴാണ് പറയുന്നത് ഇതെൻ്റെ സഹപാഠികളാണ്. അതായത് നിങ്ങൾക്ക് എന്തറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഉണ്ടെങ്കിലെ പ്രത്യേകത ഈ സഹപാഠികളായതുകൊണ്ട് ആർക്കൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താണ് അതിൻ്റെ കൂടെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇവർ ചാറ്റ് ചെയ്യുന്നത് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ സഹപാഠികളായതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനൊന്ന് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ നോക്കാനോ ഒന്നും ആർക്കും അധികാരമില്ല എന്നുള്ളതാണ്. കാരണം ഇവരുടെയൊക്കെ പേര് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതായത് ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല, സഹപാഠികളല്ലേ. സഹപാഠികളായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഭർത്താവിന് നോക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും താല്പര്യമില്ല, താല്പര്യം അനുവാദമില്ല. അപ്പോൾ ഈ പിന്നെ എല്ലാവരും ചോദിക്കും അപ്പോൾ ഭർത്താവിനുണ്ടാവില്ല ഇങ്ങനത്തെ ഗ്രൂപ്പല്ലെന്ന്. അയാളാണെങ്കിൽ ഈ രാവിലെ പോലെ നയിച്ചിട്ട് വന്നിട്ട് ഈ ഗ്രൂപ്പ് നോക്കാൻ പോലും അയാൾക്ക് സമയം ഉണ്ടാവില്ല. ഇപ്പോൾ മിക്ക പൂവാലന്മാരെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് ഉറക്കവും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും ഓൺലൈനിൽ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് പോലെ ഞങ്ങൾ കുറേ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഈ ഗ്രൂപ്പ് കൊണ്ട് കുറേ ആൾക്കാർക്ക് സന്തോഷം പകരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമാണ്. അതായത് ഒരു 80% ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചീറ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. 20% ആൾക്കാർ നല്ലവരുണ്ടാകും, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഈ 20% എന്ന് പറഞ്ഞാൽ അവരൊക്കെ വിചാരിക്കുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും നല്ലതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് സ്നേഹമാണ്. ഒന്നുമല്ല, ഒരു മാങ്ങാത്തൊലിയല്ല. കാരണം നിങ്ങളൊക്കെ ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്തിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സൊള്ളുന്ന പരിപാടി ഉണ്ടാകും. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ കാരണം എന്ന് പറഞ്ഞാൽ നിരവധി കുടുംബങ്ങൾ ഇപ്പം പ്രയാസത്തിൽ തന്നെയാണ്. അതായത് തകർച്ചയുടെ വക്കിലാണ്. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കളുടെ കല്യാണം കഴിഞ്ഞ് പേരക്കുട്ടികൾ വരെയുണ്ട്, എന്നാലും ഗ്രൂപ്പിൽ കിടന്നിട്ട് അലക്കിയിട്ട് അവിഹിതമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭർത്താവിനൊന്നും മിണ്ടാനും പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടിക്കഴിഞ്ഞാൽ എന്നെ സംശയമാണോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് തുടങ്ങും. അതുമാത്രവുമല്ല ഈ പിന്നെ എന്താ പറയേണ്ടത്, ഈ മക്കൾ അറിയണ്ട അല്ലെങ്കിൽ മക്കളുടെ ഭർത്താക്കന്മാർ അറിയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇത് പൂട്ടി വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒന്നും അറിയാത്തതുപോലെ വേറെ എന്ത് ചെയ്യാനാണ്. ഇപ്പോഴും നമ്മൾ കണ്ടതല്ലേ, കുറച്ച് ദിവസം മുന്നേ ഇതുപോലെ റീജോയിൻ എന്ന് പറയുന്ന പരിപാടിക്ക് പോയതാണ്, ടൂറോ കാര്യത്തിനോ പോയതാണ്. പിറ്റേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 53കാരി ഒളിച്ചോടി എന്നാണ് പറയുന്നത്. അതായത് കൂടെ പഠിച്ച ഓട്ടോക്കാരൻ്റെ കൂടെ അവനും 2 മക്കളുണ്ട്, ഇവർക്കാണെങ്കിൽ 2 കല്യാണം കഴിഞ്ഞ മക്കളുണ്ട്. ഇത് മുത്തശ്ശിയാണ്. എന്നിട്ടാണ് 53 വയസ്സുള്ള ഈ മുത്തശ്ശി ഒളിച്ചോടിക്കഴിഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അവരുടെ ഭർത്താവിൻ്റെ അവസ്ഥ, മക്കളുടെ അവസ്ഥ. ഇത് തന്നെയാണ് പല കുടുംബങ്ങളിലും നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്നൊരു വ്യക്തി പല ദിവസങ്ങളിൽ പല നാളുകളായിട്ട് ഇവരോട് പറയുകയാണ്, അതായത് ഈ പോക്ക് പോകരുത്, എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രീ കേൾക്കുന്നില്ല. സ്ത്രീക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ അങ്ങ് എന്തോ പിടിച്ചു പോയതാണ്. അതുപോലെ തന്നെ ഇവനാണെങ്കിൽ അതിനപ്പുറത്ത്, ഇവനാണെങ്കിൽ എന്ന് പറയുന്ന നാട്ടിലെ വാറുണ്ണിയായിട്ടാണ് അറിയപ്പെടുന്നത്. വാറുണ്ണീനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് പുലീനെ പിടിക്കാൻ വന്നിട്ട് സകല വീട്ടിലും കയറിയിട്ട് വെടിവെക്കുന്ന ഒരു തന്നെ വാറുണ്ണി. നമ്മളെ മൃഗയ സിനിമയിലെ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവൻ ആ നാട്ടിലെ വാറുണ്ണിയ പോലും. ഇവൻ എന്താ വെച്ചാൽ ഒരു തോക്കുണ്ട്, ഒരു ലൈസൻസും ഉണ്ട്, അതുകൊണ്ട് തന്നെ പന്നീനെ വെടിവെക്കാനാണ് ഇവൻ പോകാറ്. പക്ഷെ ഇവൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ മുഴുവൻ കയറിയിട്ടുള്ള ഇതാണെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല കൃത്യമായിട്ട്, കാരണം ഇവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ
ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ തൻ്റെ ഭാര്യയോട് സംസാരിക്കരുത്, തൻ്റെ ഭാര്യയുമായിട്ട് ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞതിന് മാത്രം ഒരാളെ ഒരു നിഷ്ഠൂരമായിട്ട് വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാറിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി നേരെ അവനെ കൊണ്ടുപോയിട്ട് തെളിവെടുപ്പ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇനി അവന് ചിക്കനും മട്ടനും വാങ്ങിച്ചു കൊടുക്കൽ. അയ്യോ എനിക്ക് തലവേദന എടുക്കുന്നത് ചായ കുടിച്ചില്ലെങ്കിൽ എന്ന് പറയുമ്പോഴേക്ക് ഓടും പോലീസുകാർ. എന്തിനാണ് ഇവന് ചായ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്? ഇവൻ അപ്പോൾ പറയും ചിക്കൻ ഇല്ലെങ്കിൽ എനിക്ക് ഇറങ്ങില്ല എന്ന്. അപ്പോൾ ചിക്കൻ വാങ്ങിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ജയിലിൽ കൊണ്ടുപോകും. ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് പിടിപാടൊക്കെ ഉള്ളവനാണെങ്കിൽ ചപ്പാത്തി വരത്തലോ ഇല്ലെങ്കിൽ ബിരിയാണി ഇളക്കലോ ഇത് തന്നെയാണ് പണി. അതായത് അവന് നാട്ടിൽ നിന്ന് കഴിഞ്ഞാലും സുഖമാണ്, ജയിലിൽ നിന്ന് കഴിഞ്ഞാലും സുഖമാണ്. ഇതാണ് ചിലവനൊക്കെ വിചാരിക്കുന്നത്. നിങ്ങൾ കരുതുന്നുണ്ട് ഇവനൊന്നും പേടിയില്ലാത്ത വർഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി സ്വപ്നമായിരിക്കണം. അവിടെ ജീവിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം ഭക്ഷണം കൊടുക്കുന്നത്. അവിടെ കൊടുക്കുന്ന ചിക്കനും മട്ടനും നമ്മൾ അംഗൻവാടിയിൽ കൊടുക്ക്, കുട്ടികൾ വളരട്ടെ. ഇവർക്കൊക്കെ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാൻ മാത്രം ഒരു കിണ്ണം, ഒരു ചെറിയൊരു തവി ചോറ്, അതുപോലെ തന്നെ അതിനെന്ന് പറഞ്ഞാൽ കറിയോ ഉപ്പോ ഒന്നും പാടില്ല. അങ്ങനെ ചായ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ ജയിലിലിട്ടിട്ട് ഇവരാ നരകിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്നാലേ പേടിയുണ്ടാവുള്ളൂ. ഇപ്പം ഇതിനിടയ്ക്ക് ഒരുത്തൻ ജയിലിലെ റിവ്യൂ പറയുന്നത് ജയിലിൽ നല്ല സുഖമാണ്, നല്ല ഭക്ഷണമാണെന്ന് കേട്ടപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊലി ഉരിഞ്ഞു പോയി അവിടുന്ന്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ജീവിക്കാൻ മാർഗമില്ലാതെ പല ആൾക്കാരെന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മളെയെല്ലാം നികുതി പണം കൊണ്ട് ഇതുപോലെയുള്ള നാറികളെ തീറ്റി പോറ്റുന്നത് എന്ന് കാണുമ്പോഴില്ലേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താ ദേഷ്യമോ വെറുപ്പോ എന്തോ ആണ് ഇവരോട് വരുന്നത് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറയുന്നത്. ഒരു പാവപ്പെട്ട മനുഷ്യനെ, ഒന്നിനും പോകാത്ത ഒരു ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ആ ഒരു മനുഷ്യനെ ഒന്ന് നിഷ്ഠൂരമായിട്ട് വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു സംഭവം നമ്മളെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഗ്രൂപ്പുകൾ സജീവമാണ്. പിന്നെ ഗ്രൂപ്പിനെ പറ്റിയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടി ഞാൻ പറയാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ പ്രശ്നത്തിൽ ഒരുപാട് കോളുകളും അതുപോലെ മെസ്സേജുകളും എനിക്ക് വരുന്നതാണ്. സാറേ എൻ്റെ കഥയൊന്ന് ചെയ്യണം, എൻ്റെ കഥയൊന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട് വിറ്റതിന് ശേഷം 30 ലക്ഷത്തോളം രൂപ സഹപാഠിക്ക് കൊടുത്ത മനുഷ്യന്മാർ വരികയുണ്ട്. അങ്ങനെ 30 ലക്ഷം രൂപ അവൻ കൊണ്ടുപോയിട്ട് അവൻ മുങ്ങുകയും ചെയ്തു. ഈ സ്ത്രീയാണെങ്കിൽ ഭർത്താവിനാലും മക്കളാലും ഒറ്റപ്പെട്ടിട്ട് ഇപ്പോഴും എവിടെയോ ഒരു ചെറിയ റൂമിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. എന്താ കാര്യം എന്നറിയാം? ഈ ഗ്രൂപ്പ് മൂലം ഉണ്ടായൊരു പ്രശ്നമാണ്. ഈ ഗ്രൂപ്പ് മൂലം സഹപാഠി പറഞ്ഞതാണ്. സഹപാഠി ഒരു ദിവസം വിളിച്ചു പറയുകയാണ്. കാരണം സഹപാഠിക്ക് എങ്ങനെയോ വിവരം കിട്ടി ഇവരുടെ വീടും സ്ഥലവും വിറ്റിട്ടുണ്ട്, അതുകൊണ്ട് 30 ലക്ഷം രൂപ അവരുടെ കയ്യിലുണ്ട് എന്ന്. അങ്ങനെ ഇവൻ വിളിച്ചു. ഇവൻ കുറച്ച് മാന്യനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. അങ്ങനെ ഇവൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ദിവസത്തേക്കൊന്നും മരിക്കാൻ പറ്റുമോ, നാളെ ഞാൻ 2 ലക്ഷം കൂട്ടിത്തരാം എന്ന് പറഞ്ഞു. ഈ സ്ത്രീ അങ്ങനെ 30 ലക്ഷം ഉറുപ്പിയും കൊണ്ടുപോയിട്ട് അവൻ്റെ വായിലും ഇട്ട് കൊടുത്ത് പിന്നെ അവനെ കണ്ടിട്ടുമില്ല. അതുപോലെ തന്നെ ഭർത്താവ് അറിഞ്ഞു, മക്കൾ അറിഞ്ഞു. ഈ സ്ത്രീ ആണെങ്കിൽ അവരെല്ലാവരും കൂടി ചവിട്ടി പുറത്താക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് സ്കൂൾ ഗ്രൂപ്പിൽ നടക്കുന്നത്, പിന്നെ ജയിലിൽ നടക്കുന്നത്. പിന്നെ എങ്ങനെ ഇവിടെ ഇതുപോലെ ക്രിമിനലുകൾ ഇല്ലാതിരിക്കും? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മക്കളെ, നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10ഓ 16ഓ വയസ്സിലാണ് ഇവരിലായിട്ട് പിരിയുന്നത്. ഈ 10ാം ക്ലാസ് ആയാലും കോളേജ് ആയാലും ഒരു 10ഓ 16ഓ 17ഓ വയസ്സിൽ പിരിയുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവരെയൊക്കെ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37ാമത്തെയോ 40ാമത്തെയോ വയസ്സിലാണ്. ആ ഒരു പ്രായത്തിൻ്റെ ഇടയിൽ ഇവരുടെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കണ്ടേ ഈ പിന്നെ രമേശനും അതുപോലെ സുരേഷനും ഈ മമ്മദും പിന്നെ ജോസഫും ഒന്നും ആയിരിക്കില്ല ഇപ്പോഴും. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറിയിട്ടുണ്ടാകും. അതൊന്നും അറിയാതെ പോയിട്ടെങ്കിൽ ചാടി കൊടുക്കരുത്. ചാടി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം കൊണ്ടുപോയിട്ട് ഇതുപോലെ കൊഞ്ഞാട്ടിയായിട്ട് വെക്കേണ്ടിയിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ അവസ്ഥ എന്താണ് ഇനിയിപ്പോഴും പറയാൻ പറ്റൂല. അവൻ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസാക്കുമെന്ന് അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. എന്തൊക്കെയായാലും ഒരു കുടുംബം ശരിക്കും പറഞ്ഞാൽ നശിച്ചു എന്ന് തന്നെ പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിർത്തിയില്ല, നാളെയും വരും. ഇതിൻ്റെ ബാക്കിയായിട്ട് നാളെയും വരും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നമുക്കത് ചർച്ച ചെയ്യണം. ഇനി ഇമാതിരി തോന്നിയവാസം ഈ നാട്ടിൽ നടക്കാൻ പാടില്ല. അപ്പോൾ നന്ദി, നമസ്കാരം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.